നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്മന ഗ്രാമപഞ്ചായത്തിൽ മിടാപ്പള്ളി വാർഡിലാണ്. അപ്പോൾ മിടാപ്പള്ളി വാർഡിൽ ഈ 3 വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. ഒരു ചെറിയ ഒരു ഓടപ്പുറത്തോടുള്ളൊരു വഴിയാണ്. ഈ വഴിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള വസ്തുവിലെ കാട് കയറി അത് ആ റോഡിലേക്ക് ഇറങ്ങിക്കിടക്കുകയാണ്. ഇത് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അത് ഈ വസ്തുവിൻ്റെ ഉടമ ഈ ഭാഗം വൃത്തിയാക്കുന്നില്ല. മൂലം ചേരയും പാമ്പും ഒക്കെ അവരുടെ വീടുകളിലേക്ക് വന്ന് കയറുകയാണ്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇഴജന്തുക്കളുടെ ശല്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു നിയമമുണ്ട്. തരത്തിൽ വൃത്തികേടായി കിടക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ വീടിൻ്റെ ഉടമസ്ഥൻ വൃത്തിയാക്കാതിട്ടിരിക്കുന്ന വസ്തുക്കൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൃത്തിയാക്കിയിട്ട് അത് അവരിൽ നിന്ന് അതിൻ്റെ പൈസ ഈടാക്കണമെന്നൊരു പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഈ വീട്ടുകാരുടെ ഒരു പരാതി പന്മന പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയാണ്. നിരവധി തവണ അവിടുന്ന് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വസ്തുവിൻ്റെ ഉടമയുമായി സംസാരിച്ചുകൊണ്ട് കൃത്യമായി ഈ കാട് കയറി കിടക്കുന്ന ഭാഗം വൃത്തിയാക്കണമെന്നുള്ളതാണ് ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ഷേപം. അടിയന്തരമായിട്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. കാര്യം കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ്. അപ്പം ഇഴജന്തുക്കളുടെ ശല്യം വ്യാപകമായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാം, ഈ വിഷ്വലിൽ തന്നെ കാണാം, ഈ വഴിയിലേക്ക് മൊത്തം കാട് കയറി ആ ഫ്ലോട്ട് മൊത്തം കാടായി കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്നെങ്കിൽ അവർ വൃത്തിയാക്കി കൊടുക്കുക. ഇത് പലപ്പോഴും ആവശ്യപ്പെട്ടപ്പോൾ ഇത് വഴക്കുകളിലേക്ക് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ വഴക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് ആർക്ക് കണ്ടാലും ന്യായമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു വഴിയിലേക്ക് അടുത്ത വസ്തുവിൻ്റെ ആളുടെ പുരയിടം മൊത്തം കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ അത് ഇവർ വൃത്തിയാക്കാനും സമ്മതിക്കുന്നില്ല, പുള്ളിക്കാരനും വൃത്തിയാക്കുന്നില്ല. അപ്പോൾ അടിയന്തരമായിട്ട് ഇത് ഇവർ വൃത്തിയാക്കുന്നില്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഇത് വൃത്തിയാക്കി കൊടുക്കണമെന്നുള്ളതാണ് ഈ ന്യൂസിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.